ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇതിനു മുമ്പ് എഞ്ചിൻ ബുക്കിങ്ങിന്റെ വെബ് ആപ്ലിക്കേഷൻ്റെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു വീഡിയോ ചെയ്തിരുന്നു. ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ടോപ്പിക്കായിട്ട് കവർ ചെയ്യണേ. ഡാഷ്ബോർഡ് എന്തായാലും കവർ ചെയ്തു, പോർട്ട്ഫോളിയോ ഞാൻ ഏകദേശം കവർ ചെയ്താണ്, നമ്മുടെ ഹോൾഡിങ്സ് ഒക്കെയാണ്. ഇനി നമുക്കൊരു ഓർഡർ എങ്ങനെ പ്ലേസ് ചെയ്യാം എന്ന് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ഡാഷ്ബോർഡിനകത്ത് തന്നെയുള്ള നമുക്കൊരു സെർച്ച് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മളൊരു സ്റ്റോക്കിന് എടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഞാനിപ്പോൾ വീണ്ടും ചെയ്യാൻ ഉദ്ദേശിച്ചത് കിറ്റക്സിലാണ്. ഞാൻ മാർക്കറ്റ് ക്ലിക്ക് ചെയ്തു. നമുക്ക് ഒന്നെങ്കിൽ ഡയറക്റ്റ്ലി ഇവിടെ സെർച്ച് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഞാനിവിടെ ഓൾറെഡി കിറ്റക്സ് സെർച്ച് ചെയ്ത് ഇട്ടേക്കണ കാരണം ഇവിടെ കാണും, താഴെ കണ്ടോ ഇവിടെ കിടക്കുന്നുണ്ട്. ഞാൻ ക്ലിക്ക് ചെയ്തു. ഇന്നത് വളരെ വലിയൊരു അപ് ട്രെൻഡിലാണ് നിൽക്കുന്നത്. കാണാൻ സാധിക്കും ബയ്യേഴ്സിന്റെ എണ്ണം ഒത്തിരി കൂടുതലാണ്. പലരും മുകളിലേക്ക് പോകാൻ തന്നെയാണ് ചാൻസ്. പക്ഷേ ഇത് കുറഞ്ഞു വരുന്നുണ്ട്. അത് കാരണം എനിക്ക് തോന്നണേ ഒരു ഡൗൺ ട്രെൻഡ് ഇവിടെ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഓൾമോസ്റ്റ് 17% ഒരു ടോപ്പ് ലെവലിൽ തന്നെ എത്തി നിൽക്കുവാണ് ഓൾറെഡി. ഇത് ചിലപ്പോൾ ഈ ഒരു ഡൗൺ ട്രെൻഡ് എക്സ്പെക്ട് ചെയ്യാം. നമുക്കൊരു ഷോർട്ട് സെയിൽ എടുത്തു നോക്കാം. പക്ഷെ എനിക്ക് അത്ര ഉറപ്പില്ല, വീണ്ടും അപ്പിലേക്ക് പോകാനാണ് ചാൻസ്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇതിന്റെ പ്രോസസ്സ് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ട്രേഡ് ഇപ്പൊ എടുക്കുന്നത്. ഇതിന്റെ അനാലിസിസ് ശരിക്കും അപ്പിലേക്ക് തന്നെയാണ് കിടക്കുന്നത്. ഷോർട്ട് സെൽ എടുത്ത് നോക്കാം. നമുക്കിവിടെ എങ്ങനെ എടുക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമുക്ക് ബൈ സെൽ എന്നുള്ള ഓപ്ഷൻസ് കാണാൻ സാധിക്കും. നമ്മൾ അതിൻ്റെ അകത്ത് സെല്ല് ക്ലിക്ക് ചെയ്യുക. സെല്ല് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള വിൻഡോയിലേക്ക് വരും. ഇവിടെ നോർമൽ ഓർഡർ ഉണ്ട്, സ്റ്റോപ്പ് ലോസ് ഓർഡർ ഉണ്ട്, GTT ഓർഡർ ഉണ്ട്. നമ്മളിപ്പോൾ നോർമൽ ഓർഡറാണ് പ്ലേസ് ചെയ്യുന്നത്. നമുക്കിവിടെ ക്വാണ്ടിറ്റി അടിച്ചു കൊടുക്കാൻ പറ്റും. ഞാൻ 135 ക്വാണ്ടിറ്റിയാണ് അടിക്കുന്നത്. നമ്മൾ NSEയിലാണ് പ്ലേസ് ചെയ്യുന്നത്. അതിവിടെ സെലക്ട് ചെയ്യാം. സെല്ലായതുകൊണ്ട് പിന്നെ ഞാൻ ഇൻട്രാഡേ ആണ് സെലക്ട് ചെയ്യണേ. പറയണ 80% ലോസ് പോയിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോ സ്ക്വയർ ഓഫ് ആണെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ വെച്ചേക്കുന്നത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് ഇത് മാർക്കറ്റ് പ്രൈസിലാണ് പോകേണ്ടതെങ്കിൽ ഇവിടെ 0 എന്നുള്ള വാല്യൂ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം എത്രയാണോ മാർക്കറ്റ് പ്രൈസ് ആ മാർക്കറ്റ് പ്രൈസിൽ ആവും. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ലിമിറ്റ് പ്രൈസിലാണ്. 224 അടിച്ചു നോക്കാം. ഈ ഡിസ്ക്ലോസ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എത്രയാണ് ക്വാണ്ടിറ്റി അടിക്കുന്നത് ആ ക്വാണ്ടിറ്റി ആയിരിക്കും ഇവിടെ കാണിക്കത്തുള്ളൂ. അത് ഈ വലിയ ക്വാണ്ടിറ്റിക്ക് ട്രേഡ് ചെയ്യുന്നവർ ചെയ്യുന്ന പരിപാടിയാണ്. ഈ പോളി ഇവിടെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അടിക്കുക. അപ്പോൾ ഇൻട്രാഡേ സെലക്ട് ചെയ്തു. പ്രോസസ് ഇതാണ്. സ്റ്റോപ്പ് ലോസ് ഓർഡർ ആണ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ സ്റ്റോപ്പ് ലോസ് എന്നുള്ള എടുക്കാം. നമ്മുടെ ട്രിഗർ പ്രൈസും എല്ലാം അവിടെ സെറ്റ് ചെയ്ത് പോവാം. നിങ്ങളുടെ ട്രിഗറും ഉണ്ടാവും, അവിടെ പ്രൈസും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഓർഡർ ഡയറക്റ്റ്ലി എടുക്കുവാണെങ്കിൽ എനിക്ക് നോർമൽ ഓർഡർ മതി. ഞാൻ 24.05 എന്നുള്ള ഫിഗർ കൊടുത്തു, ക്വാണ്ടിറ്റി കൊടുത്തു, ഡെലിവറി മാറ്റി ഇൻട്രാഡേ ആക്കി. ഞാനിവിടെ സബ്മിറ്റ് ചെയ്തു. നമുക്ക് കൺഫേം ചെയ്യാനുള്ള ഓപ്ഷനാണിത്. നമ്മുടെ പ്രൈസ് എത്രയാണെന്നുള്ളതും എക്സ്ചേഞ്ച് ചെയ്താന്നുള്ളതും സെല്ലാണ് എടുത്തിരിക്കുന്നത്. കൺഫേം കൊടുത്തു. നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഇനി അത് ഓർഡർ ബുക്കിൻ്റെ അകത്ത് കിടക്കുവാണത്. കാരണം ഇത് എക്സിക്യൂട്ട് ആയിട്ടില്ല. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ഞാൻ രാവിലെ എടുത്തൊരു ഇതാണ്, ഓർഡറാണ്. അത് ഞാൻ ബൈ എൻട്രി എടുത്തായിരുന്നു ഓപ്ഷൻ ആയതുകൊണ്ട്. പക്ഷെ ഓർഡർ എക്സിക്യൂട്ട് ആയില്ല, നേരെ മുകളിലേക്ക് തന്നെ വീണ്ടും കയറിപ്പോയി. ഇതിപ്പോൾ ഏകദേശം ഒരു ടോപ്പ് പൊസിഷനിൽ തന്നെ ഞാൻ സെൽ എൻട്രിയാണ് എടുത്തിരിക്കുന്നത്. കൊടുത്തേണ്ട പ്രൈസ് 224.05 ആണ്. ഇതിനി എക്സിക്യൂട്ട് ആയാലാണ് പൊസിഷനിലേക്ക് വരത്തുള്ളൂ. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ സ്റ്റാറ്റസ് എത്രയാണെന്നുള്ളത്. ഇത് റിജക്റ്റഡ് ആണ് കാണിക്കുന്നത്. എന്താണ് കാരണം? യുവർ ഓർഡർ ഹാസ് ബീൻ റിജക്റ്റഡ് ഡ്യൂ ടു ഇൻസഫിഷ്യന്റ്. എൻ്റെ ഏകദേശം 6,000 രൂപ താഴെ രൂപ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണമാണ് ഈ ഓർഡർ റിജക്റ്റ് ആയത്. നമുക്കിവിടെ റീ ഓർഡർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ ക്വാണ്ടിറ്റി 130 ആക്കാം. ഇപ്പോൾ കറണ്ട് പ്രൈസ് വെക്കുന്നത് 223 ആണ്. നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യാം. 223.5 ചെയ്യാം നമുക്ക്. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, കാരണം ഏകദേശം അടുത്താണ്. കാരണം ഇപ്പം നോക്കിക്കഴിഞ്ഞാണ് 3.75 ചെയ്താൽ മതി. സെല്ലാണല്ലോ ചെയ്യുന്നത്. കാരണം ഇവിടെ അടുത്ത് നിൽക്കുന്ന 8 ആണ് നിൽക്കുന്നത്. അപ്പോൾ അതിനേക്കാളും തൊട്ടടുത്തുള്ളൊരു പോയിന്റ് 75 ഞാൻ ചെയ്യുന്നു. അതായത് ഇനി അടുത്തൊരു മാർക്കറ്റ് ഓർഡർ ആയാലും പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് ഹിറ്റ് ആവാൻ വേണ്ടി ഇൻട്രാഡേ സെലക്ട് ചെയ്തു, സബ്മിറ്റ് ചെയ്തു, കൺഫേം ചെയ്തു. കാണാൻ സാധിക്കും ഫുള്ളി എക്സിക്യൂട്ടഡ് എന്നുള്ളത്. നമ്മുടെ സെൽ ഓർഡർ 223.93 ഫുള്ളി എക്സിക്യൂട്ടഡ് ആയിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പൊസിഷനകത്ത് നോക്കാൻ സാധിക്കും.
ഇവിടെ കാണാൻ സാധിക്കും ക്വാണ്ടിറ്റി -130 ആണ് കിടക്കുന്നത്. നെറ്റ് ആവറേജ് പ്രൈസ് 223.95 ആണ്. അതങ്ങനെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം തൊട്ടടുത്ത് ബൈ വന്നത് ആ പ്രൈസിനോട് ചേർന്നായിരിക്കും. അപ്പോൾ അത് കറണ്ട് മാർക്കറ്റിന്റെ ആവറേജ് പ്രൈസ്, അതായത് ഇപ്പോൾ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഒരു 10 ക്വാണ്ടിറ്റി ഞാൻ എടുത്ത പ്രൈസിന് എടുത്തു, ബാക്കി 20 ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഇച്ചിരി കൂടിയ പ്രൈസ് വന്നപ്പോൾ എടുത്തു, അങ്ങനെ വന്ന് എല്ലാം വരുമ്പോഴാണ് അങ്ങനെ തന്നെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗെയിൻ ഓർ ലോസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗെയിൻ നിൽക്കുന്ന 0.65 ആണ്. നമുക്ക് ഡീറ്റെയിൽസ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം കാണാൻ സാധിക്കും ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളതും ആവറേജ് സെൽ പ്രൈസ് എത്രയാണ്. 223.95 ടോട്ടൽ സെൽ എമൗണ്ട് 29,100 ആണ് ടോട്ടൽ സെൽ എമൗണ്ട് എന്നാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോയത് കൊണ്ടാണ് ഗെയിൻ ലോസ് ഫിഗറിൽ നിൽക്കുന്നത്. നമുക്ക് പിന്നെ ഈ പൊസിഷൻ്റെ അടുത്ത് ബാക്കി ഇതിൻ്റെ അടുത്ത് നമുക്കിപ്പോൾ ഇത് സ്ക്വയർ ഓഫ് ചെയ്യണമെങ്കിൽ നിർത്തണമെങ്കിൽ സ്ക്വയർ ഓഫ് എന്നുള്ള ഓപ്ഷൻ ഡയറക്റ്റ്ലി ഉണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഇൻട്രാഡേയിൽ നിന്ന് ഡെലിവറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ കൺവേർട്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. കൂടുതൽ ക്വാണ്ടിറ്റി സെറ്റ് ചെയ്യണമെങ്കിൽ സെൽ മോർ എടുക്കാം. നമുക്കൊരു സ്റ്റോപ്പ് ലോസിനെ സെറ്റ് ചെയ്താൽ, കാരണം ഇത് മൊത്തത്തിൽ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലാണ് നിൽക്കുന്നത്. അത് കാരണം കൂടുതൽ റിസ്ക് ആണ്. നമുക്കറിയാം, ഞാൻ ചാർട്ടിനകത്ത് തന്നെ കാണിച്ചുതരാം ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത്. മാർക്കറ്റ് എടുത്തു, കിറ്റസ് നമ്മൾ സെലക്ട് ചെയ്തു, ഇതിന്റെ ചാർട്ട് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ചാർട്ടിന്റെ വിൻഡോ പൊങ്ങി വരുന്നില്ല എന്തൊരു. സ്ക്രീൻ ഫുൾ ആക്കിയിട്ടാണ് നോക്കാം, എന്താണെന്ന് അറിയത്തില്ല. അത് എന്തോ എറർ പറ്റിയാണ്. നമുക്ക് അതായത് ഫുൾ സ്ക്രീൻ ആവുമ്പോൾ നമുക്ക് എൻ്റെ നമുക്ക് കാണാനും മനസ്സിലാക്കാനൊക്കെ എളുപ്പം കിട്ടും. എനിക്ക് ലൈൻ ചാർട്ടാണ് എപ്പോഴും ഇഷ്ടം. ഇതുണ്ട് ഓൾമോസ്റ്റ് ഇത് 5 ഡേയുടെ ചാർട്ട് എടുത്ത് നോക്കാം. നമുക്ക് ഈ ഒരു പോയിന്റ് 239 ഈ ശരിക്കും ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തേക്കണേ. അപ്പൊ ഈ 232 ഒക്കെ വരെയും ചിലപ്പോൾ ഇങ്ങനെ പോവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്കൊരു നല്ലൊരു സ്റ്റോപ്പ് ലോസ് എടുക്കാൻ പറ്റി പോകുന്ന ഇതാണ് 224, അതായത് ഏകദേശം ഇപ്പൊ മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതിനൊക്കെ വിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ 225 മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ എന്ത് പറയണമെന്നുള്ള കാര്യം മനസ്സിലാക്കണേ. ഇതിന് മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സഡൻ അപ് ട്രെൻഡിന് വരാനുള്ള ചാൻസ് വീണ്ടും ഉണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ പീക്ക് പോയിന്റ്, അതായത് 25, 27, 228 ഒക്കെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വെക്കാവുന്നതാണ്. അതിന് മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ലോസ് എക്സെപ്റ്റ് ചെയ്യണത്. സാധാരണ ഒരു 3 രൂപ 4 രൂപ ലോസ് ഒക്കെ ഞാൻ പെർ ക്വാണ്ടിറ്റി ലോസ് എക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അതിന് മുകളിലേക്കാണെങ്കിൽ അതവിടെ ലോസിൽ അവസാനിക്കട്ടെന്ന് വിചാരിക്കാറ്. അപ്പോൾ നമുക്ക് പിന്നെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. നമ്മുടെ ഓർഡേഴ്സിൽ പോകുന്നു, നമ്മുടെ പൊസിഷനിൽ പോകുന്നു. പൊസിഷൻ്റെ അകത്ത് ഇവിടെ സ്റ്റോപ്പ് ലോസ് എന്നുള്ള സെലക്ട് ചെയ്യുന്നു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം സെല്ലാണ് എടുത്തത്. അപ്പോൾ ബൈ ആണ് ഇനി സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഞാൻ ഇപ്പോൾ ട്രിഗർ പ്രൈസ് ഒരു 23, 24, 25, 26, ഒരു 3 രൂപ പെർ സ്റ്റോക്കിന് 27 അടിക്കാം. നമുക്ക് 27.05 അടിച്ചു. ഞാൻ ഇടുന്ന ഫിഗർ 27 പ്രൈസ് 05 1. ഇവിടെ നമുക്ക് അതുപോലെ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ 0 ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മാർക്കറ്റിൽ എക്സിക്യൂട്ട് ആവും. അല്ലെങ്കിൽ ഈ ട്രിഗർ പ്രൈസ് എത്തുമ്പോൾ ഈ പ്രൈസ് ഇവിടെ കൊടുക്കുന്ന പ്രൈസിന് എത്രയാണ് എക്സിക്യൂട്ട് ആവും. കാരണം 23 ആണ്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വെച്ചാണ് അത്യാവശ്യം നല്ലൊരു പോയിന്റിലാണ് സ്റ്റോപ്പ് ലോസ് വെച്ചാണ്, സേഫ് സൈഡ് ആണ്. ഞാൻ സ്റ്റോപ്പ് ലോസ് ക്ലിക്ക് ചെയ്തു, ഓർഡർ പ്ലേസ് സക്സസ്ഫുള്ളിൽ നിന്ന് ഓക്കെ എടുത്തു. അപ്പോൾ അവിടെ ഓർഡർ ബുക്കിൻ്റെ നമുക്ക് കാണാൻ സാധിക്കും. റിഫ്രഷ് ചെയ്യട്ടെ. ഇപ്പൊ ഒരു ബൈ ഓർഡർ നമ്മളിവിടെ 227.1 അകത്ത് ട്രിഗർ പ്രൈസ് കൊടുത്താൽ 227.05 100 ക്വാണ്ടിറ്റിയുടെ സെറ്റ് ചെയ്ത ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ഇപ്പോഴും 224 ആണ്. അപ്പോൾ എൻ്റെ പൊസിഷൻ ഇപ്പോൾ ലോസ് ആയിരിക്കും. ഇതിന് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം.
വീണ്ടും പ്രൈസ് അപ്പിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിതിൻ്റെ വോളിയം ഒന്ന് എടുത്തു നോക്കാം. ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പോസിറ്റീവ് ട്രെൻഡ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഇവിടം വരെയൊക്കെ ഒന്ന് കയറാൻ ചാൻസ് ഉണ്ട്. പിന്നെ റിവേഴ്സ് ട്രെൻഡ് കിട്ടുന്ന ഒരു പ്രതീക്ഷയുണ്ട് എനിക്ക്. അതിനാണ് ഇങ്ങനെ ചെയ്തത്. അത് സാറിന് എൻട്രി എടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പോയിന്റ് വെക്കാൻ എൻട്രി എടുക്കാറ്. പക്ഷേ ഇത് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ എളുപ്പത്തിനാണ് ഓൾമോസ്റ്റ് സിമിലർ പോയിന്റ് ഇട്ട് ചെയ്തത്. നമുക്കൊന്ന് വോളിയം കൂടി ചെക്ക് ചെയ്തേക്കാം. മാർക്കറ്റിൻ്റെ അകത്ത് കിറ്റസിൻ്റെ അകത്ത് വോളിയം കാണാൻ സാധിക്കും. 137ഉം 1 lakhഉം ഏകദേശം വോളിയം കമ്പാരിറ്റീവ്ലി കൂടെ നിന്ന് കുറഞ്ഞു വരുന്നുണ്ട് ഇച്ചിരി. കാരണം ആദ്യം 140 ആയിരുന്നു. പക്ഷേ ഇപ്പോഴും നല്ലൊരു പോസിറ്റീവ് ട്രെൻഡ് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഇപ്പോഴും കൂടുതലാണ്. എന്തായാലും ഇതാണ് അതിന്റെ പ്രോസസ്. ഓർഡർ പ്ലേസ് ചെയ്യണേ. ഇപ്പൊ സമയം ഏകദേശം 11 മിനിറ്റോളമായി. ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്യാണ് തൽക്കാലം. അപ്പൊ പ്രോസസ് ക്ലിയർ ആയി വിചാരിക്കുന്നു. സ്ക്വയർ ഓഫ് ചെയ്യണമെങ്കിൽ അവിടെ ചെന്ന് സ്ക്വയർ ഓഫ് ചെയ്താൽ മതി. സ്ക്വയർ ഓഫ് ചെയ്യണമെന്നാണെങ്കിലും നമ്മുടെ ഓർഡറിൻ്റെ അകത്ത് പോയിട്ട് ജസ്റ്റ് ഒന്ന് അതും കാണിച്ചാൽ എങ്ങനെയാണ് ചെയ്യാൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പൊസിഷൻ്റെ അകത്ത് ഇവിടെ പോകുക. ഈ സ്ക്വയർ ഓഫ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ പറഞ്ഞ പോലെ മാർക്കറ്റ് പ്രൈസിൽ സ്ക്വയർ ഓഫ് ചെയ്യാം. അതായത് ഇവിടെ 0 ഇട്ടിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് സ്ക്വയർ ഓഫ് നടത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ എത്രയാണ് മാർക്കറ്റ് പ്രൈസ് എടുക്കുന്നത് ആ പ്രൈസിൽ സ്ക്വയർ ഓഫ് ആവും. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പ്രൈസ് സെറ്റ് ചെയ്യാം. നമുക്ക് ഏത് പ്രൈസിനാണ് സ്ക്വയർ ഓഫ് ചെയ്യേണ്ടതെന്നുള്ളത് അതും സെറ്റ് ചെയ്യാം. സ്ക്വയർ ഓഫ് കൊടുത്താൽ മതി. ഇവിടെ ഇത്രേ ഉള്ളൂ പരിപാടി. ക്ലോസ് ചെയ്യാനുള്ള പരിപാടി. ഈ വോളിയം അധികം കൂടാൻ നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഇതിന് മുകളിലേക്ക് ഒറ്റയ്ക്ക് പോകാൻ ചാൻസ് ഇല്ല എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും റിസ്കി ഗെയിമാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ പ്രോസസ് ഇതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. ഇനി GTT ഓർഡർ പ്ലേസ് ചെയ്യണമെങ്കിൽ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അത് GTT ഡെലിവറിയിലേക്ക് ലോങ് ടൈമിലേക്ക് സെറ്റ് ചെയ്യാവുന്ന ഓർഡറാണ്. Okay friends, thanks for watching my video. Bye, see you.